നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ട്രേഡ് അൺസ്കിൽഡ് ജനറൽ കാറ്റഗറി ജോലിക്കായി യൂറോപ്പിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. പ്രധാനമായി എനിക്ക് അവരോട് പറയാൻ റൊമാനിയ തുടങ്ങിയ രാജ്യങ്ങളും ചെക്ക് റിപ്പബ്ലിക് പോലുള്ള രാജ്യങ്ങളും, പക്ഷേ ഇവിടെയൊക്കെ ഈ VFSന്റെ അപ്പോയിൻമെന്റിന്റെ ഡേറ്റുകളുടെ എണ്ണം വളരെ കുറവാണ്. ഈ പറയുന്ന കാറ്റഗറിയിലുള്ള ആളുകളെ കൺട്രോൾ ചെയ്യുന്നു. പോളണ്ട് അൺസ്കിൽഡ് മാത്രമല്ല, സ്കിൽഡ് മേഖലയുള്ളവരെ വിസ അപ്പോയിൻമെന്റ്സ് നൽകുന്നില്ല. നിലവിലൊരു ലോട്ടറി സിസ്റ്റമാണ്. തുടക്കക്കാർക്ക് €600 മുതൽ €1200 വരെയാണ് ജനറൽ കാറ്റഗറിയിൽ പ്രതീക്ഷിക്കാവുന്ന ശമ്പളം. കൂടാതെ താമസ സൗകര്യവും മറ്റ് മെഡിക്കൽ ആനുകൂല്യങ്ങളും അതാത് രാജ്യങ്ങളിലെ ലേബർ ലോ അനുസരിച്ചും ലഭിക്കും. സ്കിൽഡ് മേഖലയിൽ 700 മുതൽ €1500 വരെ എക്സ്പീരിയൻസിൻ്റെയും കമ്പനിയുടെ നിലവാരത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ലഭിക്കുന്നു. നിലവിൽ പല കാരണങ്ങളാൽ ഇന്ത്യയിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള വർക്ക് പെർമിറ്റിനുള്ള പ്രോസസ്സിംഗ് വൈകുന്നുണ്ട്. എംപ്ലോയർ സെലക്ട് ചെയ്ത് കോൺട്രാക്ട് ഓർ ജോബ് ഓഫർ നൽകി 4 മുതൽ 8 മാസം വരെ ഗവൺമെന്റിൽ നിന്നും വർക്ക് പെർമിറ്റ്, അതർ വിസ ഡോക്യുമെന്റ്സിനായി കാത്തിരിക്കേണ്ടി വരുന്നുണ്ട്. ചില രാജ്യങ്ങളിൽ നിന്നും ഇത് 30 മുതൽ 90 ദിവസത്തിനുള്ളിൽ ലഭിക്കുന്നുമുണ്ട്. വർക്ക് പെർമിറ്റും വിസ ഡോക്യുമെന്റ്സും ലഭിച്ചതിനു ശേഷം VFS, BLS തുടങ്ങിയ ഏജൻസികൾ വഴിയാണ് വിസയ്ക്കായി കോൺസുലേറ്റിൽ നൽകേണ്ടത്. ഇതിന് രാജ്യങ്ങളുടെ നയം അനുസരിച്ചായിരിക്കും ഓൺലൈൻ ഡേറ്റ് VFSൽ നിന്നോ BLSൽ നിന്നോ ലഭിക്കുക. ഇതിനായി 30 ദിവസം മുതൽ 6 മാസവും ചിലത് അതിനു മുകളിലോ ആണ് ലഭിക്കുക. പോളണ്ട് VFS ലോട്ടറി സംവിധാനത്തിലൂടെയാണ് നിലവിൽ എംബസി ഡേറ്റ് നൽകുന്നത്. VFS, BLS ഡേറ്റ് ലഭിച്ചതിനു ശേഷം വിസയ്ക്കായി കോൺസുലേറ്റിൽ കമ്പനി നൽകിയിരിക്കുന്ന വിവിധ ഡോക്യുമെന്റ്സും വർക്ക് പെർമിറ്റും പേഴ്സണൽ ഡോക്യുമെന്റ്സ്, അതായത് പാസ്പോർട്ട്, മറ്റ് അനുബന്ധ രേഖകൾ നൽകി വിസയ്ക്കായി അപേക്ഷ നൽകുക. 7 മുതൽ 28 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ റിസൾട്ട് ലഭിക്കുന്നതാണ്. വിസ ലഭിക്കുന്ന പക്ഷം കമ്പനിയുമായി കോൺടാക്റ്റ് ചെയ്ത് പോസ്റ്റ് ലാൻഡിംഗ് നടപടികൾ നിങ്ങൾ ആരംഭിക്കുക. അതായത് എയർ ടിക്കറ്റ്, അക്കോമഡേഷൻ, എയർപോർട്ട് പിക്കപ്പ് തുടങ്ങിയ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്യുക. ഇനി വിസ റിഫ്യൂസൽ ആണെങ്കിൽ കൃത്യമായി അതിൻ്റെ കാരണം മനസ്സിലാക്കി അപ്പീൽ പോലുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. യൂറോപ്പിലേക്ക് ജനറൽ അൺസ്കിൽഡ് ജോലിക്കായി ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരും ജനറൽ വർക്കിൽ യാതൊരു എക്സ്പീരിയൻസുമില്ലാത്ത പ്രൊഫഷണൽ ആയ ആളുകളും ജോലിക്കായി ശ്രമിക്കുകയും പരാജയപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിനാൽ വളരെയധികം ആലോചിച്ചതിന് ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള ആളുകൾ യൂറോപ്പിലേക്കുള്ള പ്രോസസ്സിനെപ്പറ്റി തീരുമാനമെടുക്കാവൂ. എങ്ങനെയെങ്കിലും യൂറോപ്പിൽ കടക്കാനുള്ള മാർഗമായി ജനറൽ വർക്കർ വിസയിൽ ഇപ്പോഴുള്ള ഇമിഗ്രേഷൻ സിസ്റ്റം പ്രകാരം കമ്പനികൾ, രാജ്യങ്ങൾ എന്നിവ പഴയതുപോലെ ഇന്ത്യക്കാരെ സ്വീകരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക. അതുപോലെ 45 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും വിസ റിജക്ഷൻ സാധ്യതകൾ ഏറെയാണ്. റെഫറൻസ് വഴിയല്ലാതെ യൂറോപ്പിൽ തൊഴിൽ തേടുന്നവർ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയോ അഥവാ മിഡിൽ ഈസ്റ്റിലാണ് കമ്പനി ഉള്ളതെങ്കിൽ അതാത് രാജ്യങ്ങളിലെ HR റിക്രൂട്ട്മെന്റ് ലൈസൻസ് ഉള്ള സ്ഥാപനങ്ങളുടെയോ ഈ മേഖലയിൽ പരിചയസമ്പന്നരായ ഏജൻസികളുടെയോ സഹായത്തോടെ പ്രോസസ്സിംഗ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കൺസൾട്ടൻസികളുടെ പ്രധാന ഉത്തരവാദിത്തം നിങ്ങൾക്കനുയോജ്യമായ യൂറോപ്യൻ രാജ്യം കണ്ടെത്തി, ജോലിക്കായി എംപ്ലോയറെ കണ്ടെത്തി, വർക്ക് പെർമിറ്റും വിസയ്ക്കാവശ്യമുള്ള മറ്റു ഡോക്യുമെന്റുകളും തയ്യാറാക്കി നൽകുക എന്നതാണ്. വിസ നൽകുന്നത് അതാത് ഗവൺമെന്റുകളാണ്. അതാത് രാജ്യങ്ങളിലെ ഗവൺമെന്റുകളുടെ നയമാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ വിജയപരാജയ സാധ്യതകൾ മാറിമറിഞ്ഞുകൊണ്ടിരിക്കും. വർഷം തോറും ആയിരക്കണക്കിന് പ്രൊഫഷണൽസാണ് യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിലേക്ക് ഹെൽത്ത് കെയർ, IT, മാനേജ്മെൻറ്റ്, അഡ്മിനിസ്ട്രേഷൻ, എഞ്ചിനീയറിംഗ് മേഖലയിലുള്ളവർ കുടിയേറിക്കൊണ്ടേയിരിക്കുന്നത്. ഇവർ മാത്രമല്ല, അൺസ്കിൽഡ്, സ്കിൽഡ് ട്രേഡ് വർക്കേഴ്സും യൂറോപ്പിലേക്ക് ഇന്ത്യയിൽ നിന്നും കുടിയേറുന്നു. ഇതിൻ്റെ സാധ്യതകൾ വളരെയധികം ഉണ്ടെങ്കിലും നിലവിലെ ഇമിഗ്രേഷൻ നയങ്ങൾ സ്കിൽഡ് അൺസ്കിൽഡ് ട്രേഡ് വർക്കേഴ്സിന് വളരെയധികം പ്രതിസന്ധികൾ ഉളവാക്കുന്നുണ്ട്. ഇതിലേക്ക് പ്രോസസ്സിന് ഇറങ്ങിത്തിരിക്കുന്ന ഓരോരുത്തരും, പ്രത്യേകിച്ച് സ്കിൽഡ് അൺസ്കിൽഡ് കാറ്റഗറിയിലുള്ളവർ, യൂറോപ്പിൻ്റെ ഇമിഗ്രേഷൻ നയങ്ങളെ പറ്റിയും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇമിഗ്രേഷൻ അപ്ഡേറ്റുകളെ പറ്റിയും ഷെങ്കൻ, യൂറോപ്യൻ യൂണിയൻ, നോൺ ഷെങ്കൻ രാജ്യങ്ങൾ
ഇവയുടെ ഇമിഗ്രേഷൻ നയങ്ങളെ പറ്റിയൊക്കെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തെന്നാൽ വർക്ക് പെർമിറ്റ് ലഭിക്കുകയും VFS അല്ലെങ്കിൽ മറ്റുള്ള വിസ ഏജൻസികളുടെ അപ്പോയിൻമെൻറ്റ് ലഭിക്കാതിരിക്കുകയും ചെയ്ത് ആയിരങ്ങളാണ് ഇന്ന് വിസയ്ക്കായി കാത്തിരിക്കുന്നത്. ഇതിനെപ്പറ്റി കൃത്യമായി മനസ്സിലാക്കിയാൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന രാജ്യങ്ങൾ, ഇനി നമ്മൾ തിരഞ്ഞെടുക്കുന്ന രാജ്യങ്ങൾ പ്രതിസന്ധിയിലാണോ, നിലവിൽ വിസ നൽകുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യൂറോപ്പിലേക്ക് നേരിട്ട് കുടിയേറുന്നതിന് ചില മേഖലയിലുള്ളവർക്ക് വളരെയധികം പ്രയാസമാണ്. അത് പ്രധാനമായും IT, എൻജിനീയറിംഗ്, മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സയൻസ് സ്കില്ലുള്ളവർ, ഇവർക്കൊക്കെ നേരിട്ട് ഒരു ഇൻ്റർവ്യൂവിലെ ഒരു റിക്രൂട്ട്മെൻറ്റ് നടത്തി യൂറോപ്യൻ കമ്പനികൾ ഇന്ത്യയിൽ നിന്നും കൊണ്ടുപോകുന്നില്ല, അല്ലെങ്കിൽ ആ രീതി ഇല്ല എന്ന് തന്നെ പറയാം. യൂറോപ്പിലേക്ക് സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ പ്രധാനമായും മൈഗ്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇൻഫോ പാർക്ക് അല്ലെങ്കിൽ ടെക്നോ പാർക്ക് പോലെയുള്ള IT കേന്ദ്രങ്ങളിൽ നിന്നും അവരുടെ ഓൺ സൈറ്റ് വർക്കിനായി പല രാജ്യങ്ങളിലേക്കും പോകാറുണ്ട്. ഓൺലൈനായും മറ്റുള്ള സോഴ്സിലൂടെയും ജോലി കണ്ടെത്തി പോകുന്നവരുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത് പ്രൊഫഷണൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ, ഹെൽത്ത് കെയർ ഒഴിച്ച്, ഹെൽത്ത് കെയർക്ക് നേരിട്ട് ഓപ്പർച്യൂണിറ്റികളുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കൺസൾട്ടൻ്റ് വഴിയോ നാട്ടിലെ ഇൻ്റർവ്യൂ നടത്തി അങ്ങനെ ഒരു ജോലി കിട്ടി പോകാനോ നിങ്ങൾക്ക് സാധ്യത വളരെ കുറവാണ്. അതിന് പ്രധാന കാരണം ഈ പ്രൊഫഷണൽ ജോലികൾക്ക് യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളും അവരുടെ ഭാഷയ്ക്ക് പ്രാധാന്യം നൽകുന്നു എന്ന് തന്നെയാണ്. എക്സാമ്പിൾ പറഞ്ഞാൽ ജർമ്മനിയിൽ നിങ്ങളൊരു സെയിൽസ് പ്രൊഫഷണലായി പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ജർമ്മൻ ഭാഷ കൂടാതെ നിങ്ങൾക്ക് ആ രംഗത്ത് ജോലി ചെയ്യാൻ സാധിക്കില്ല എന്ന് തന്നെ പറയാം. അപ്പം അതുകൊണ്ട് തന്നെ ഏതു രാജ്യത്തേക്കും പ്രൊഫഷണൽസിന് ഭാഷ അടിസ്ഥാനകരമായി വെക്കാറുണ്ട്. IT രംഗത്തുള്ളവർക്കാണ് ഓൺ സൈറ്റ് ജോബ്, ഇൻട്രാ കമ്പനി ട്രാൻസ്ഫർ തുടങ്ങിയ സാധ്യതകളിലൂടെ യൂറോപ്പിലേക്ക് കുടിയേറാൻ സാധിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ട്രേഡ്, അൺസ്കിൽ, ജനറൽ കാറ്റഗറി ജോലിക്കായി യൂറോപ്പിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. പ്രധാനമായി എനിക്ക് അവരോട് പറയാനുള്ളത്, ജനറൽ വർക്കർ കാറ്റഗറിയിൽ ധാരാളം മലയാളികൾ അപേക്ഷ കൊടുക്കാറുണ്ട്. പല സ്ഥാപനങ്ങളിലൂടെയും കൺസൾട്ടൻസി വഴിയും സുഹൃത്തുക്കൾ വഴിയും ഒക്കെ ഇതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ജനറൽ വർക്കർ കാറ്റഗറി എന്ന് പറയുന്നത് എല്ലാവർക്കും നിലവിൽ സാധ്യതയുള്ള മേഖലയല്ല എന്ന് തന്നെ മനസ്സിലാക്കാം. കാരണം ജനറൽ വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ലേബർ, തൊഴിലാളി അല്ലെങ്കിൽ ആ കാറ്റഗറിയാണ്. അതിൽ പ്രധാനമായും വെയർ ഹൗസ്, കൺസ്ട്രക്ഷൻ, മീറ്റ് പ്രോസസ്സിംഗ് യൂണിറ്റുകൾ തുടങ്ങിയവയിലാണ് ഈ ലേബർ കാറ്റഗറി ആളുകളെ എടുക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഡിഗ്രി അല്ലെങ്കിൽ അതിനു മുകളിൽ ക്വാളിഫിക്കേഷനുള്ള പല ആളുകളും യൂറോപ്പിലേക്ക് എങ്ങനെയെങ്കിലും കുടിയേറണമെന്ന് ആഗ്രഹിച്ച്, അല്ലെങ്കിൽ യൂറോപ്പിലൊരു ജോലി മതി, അതിനുശേഷം ഞാൻ എത്തിപ്പെട്ട ശേഷം എൻ്റെ മേഖലയിലുള്ള ജോലി കണ്ടെത്താമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടായിരിക്കണം അവർക്ക് എന്തെങ്കിലും ഒരു വിസ മതി എന്ന് പറഞ്ഞ് ഇതിനു വേണ്ടി ജനറൽ വർക്കർക്കായി ശ്രമിക്കാറുണ്ട്. നിലവിൽ ഏറ്റവും അധികം വിസ റിജക്ഷൻ സാധ്യതയുള്ള പ്രോസസ്സാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു വേണം ജനറൽ കാറ്റഗറി അപ്ലൈ ചെയ്യാൻ. പ്രധാനമായും പറയാനുള്ളത്, ഈ തരത്തിലുള്ള എന്തെങ്കിലും ജോലി ചെയ്ത ആളുകൾ നിങ്ങളുടെ CV, എക്സ്പീരിയൻസ് ലെറ്റർ, റെഫറൻസ് ലെറ്റർ തുടങ്ങിയവ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ വിസ സക്സസിന് സാധ്യതയുണ്ട്. കമ്പനികൾ നിങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനും സാധ്യതയേറും. അതുകൊണ്ട് തന്നെ ജനറൽ കാറ്റഗറിയിൽ വിസയ്ക്കായി ശ്രമിക്കുന്നവർ അതാത് മേഖലയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ജനറൽ വർക്കർ, ഹെൽപ്പർ ആയിക്കോട്ടെ, കൺസ്ട്രക്ഷൻ വർക്കർ ആയിക്കോട്ടെ, വെയർ ഹൗസ് ലോഡിംഗ്, അൺലോഡിംഗ് അല്ലെങ്കിൽ ക്ലീനിങ് ജോലികളായിക്കോട്ടെ, ഇവയൊക്കെ നിങ്ങൾക്ക് ഈ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഈ കായികാധ്വാനമുള്ള എന്തെങ്കിലും തരത്തിലുള്ള ജോലി ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അത് പോസിറ്റീവായി ചിന്തിക്കാം. അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് മേ ബി കമ്പനികളിൽ നിന്ന് റിജക്ഷൻ ഉണ്ടാവാം, ചിലപ്പോൾ നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് ലഭിക്കാം. വിസയ്ക്ക് ചെയ്യുമ്പോൾ അത് റിജക്ഷൻ സംഭവിച്ചാൽ അപ്പീൽ പോലും നിങ്ങൾക്ക് നൽകാൻ സാധിക്കില്ല. കാരണം നിങ്ങൾ
ഒരു ഇറലവൻറ്റ് എക്സ്പീരിയൻസ് ആണ് നിങ്ങളുടെ റീസൺ എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിസ ഓഫീസറെ കൺവിൻസ് ചെയ്യാൻ പറ്റാത്തതാണ് നിങ്ങളുടെ കാരണമെങ്കിൽ, ചിലപ്പോൾ അപ്പീൽ കൊടുത്തിട്ടും സാധ്യത ഉണ്ടാവില്ല. അത് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ പോളണ്ട് പോലുള്ള, മാൾട്ട പോലുള്ള രാജ്യങ്ങളിൽ നിലവിൽ ഇന്ത്യയിൽ നിന്നുള്ള അൺസ്കിൽഡ് വർക്കേഴ്സിൻ്റെ എണ്ണത്തിൽ വളരെയധികം കുറവ് വരുത്തിയിരിക്കുകയാണ്. അവിടേക്കുള്ള വിസ ഫെസിലിറ്റേഷൻ സർവീസ് പോലും ലഭ്യമല്ല. പോളണ്ട് കഴിഞ്ഞ 1-2 വർഷമായി ആയിരക്കണക്കിന് മലയാളികൾ വർക്ക് പെർമിറ്റ് ലഭിച്ചിട്ടുണ്ടും, ആയിരക്കണക്കിന് മലയാളികൾക്ക് വർക്ക് പെർമിറ്റ് ലഭിച്ചിട്ടും VFSലൂടെ അതിൻ്റെ എംബസി അപ്പോയിൻമെൻറ്റ് ലഭിക്കാതെ, വിസ സ്റ്റാമ്പ് ചെയ്യാതെ നിലനിൽക്കുന്നു, വിസ സ്റ്റാമ്പ് ചെയ്യാതെ നാട്ടിലുണ്ടെന്ന് നമുക്കറിയാം. അതിൻ്റെ പ്രധാന കാരണം അവർ അൺസ്കിൽഡ് മേഖലയിലുള്ള ഈ പറയുന്ന കാറ്റഗറിയിലുള്ള ആളുകളെ കൺട്രോൾ ചെയ്യുന്നു. പോളണ്ട് അൺസ്കിൽഡ് മാത്രമല്ല, സ്കിൽഡ് മേഖലയുള്ളവരെയും വിസ അപ്പോയിൻമെൻറ്റ്സ് നൽകുന്നില്ല. നിലവിലൊരു ലോട്ടറി സിസ്റ്റമാണ് VFS കൊണ്ടുവന്നിരിക്കുന്നത്. 100 കണക്കിന് ആളുകൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവർക്ക് മാത്രം അപ്പോയിൻമെൻറ്റ് നൽകുന്ന ഒരു ലോട്ടറി സിസ്റ്റം. അത് എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന് നമുക്കറിയില്ല. ഉടനെ തന്നെ മാറ്റങ്ങൾ ഉണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എങ്കിലും ഇതിനെപ്പറ്റി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. മാൾട്ടയും ഇതേപോലെ തന്നെയാണ്. വർക്ക് പെർമിറ്റ് എണ്ണത്തിൽ ഗണ്യമായ കുറവ് വരുത്തിക്കൊണ്ടിരിക്കുന്നു. ഭാവിയിലും ഇത് തന്നെ വരുത്താനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ഒരു സാധ്യത എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ മാൾട്ടയിലേക്ക് ഇപ്പോഴും പ്രൊഫഷണൽസിന് പോകാൻ സാധിക്കുന്നു. മറ്റുള്ള മേഖലയിലുള്ളവരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവാണ് മാൾട്ട വരുത്തിയിരിക്കുന്നത്. നിലവിൽ സാധ്യതയുള്ളത് ഷെങ്കൻ രാജ്യത്തിൽ പോസിറ്റീവായി പറഞ്ഞാൽ സ്ലോവാക്യ, സ്ലൊവേനിയ, റൊമാനിയ തുടങ്ങിയ രാജ്യങ്ങളും ചെക്ക് റിപ്പബ്ലിക് പോലുള്ള രാജ്യങ്ങളും. പക്ഷേ ഇവിടെയൊക്കെ ഈ VFSൻ്റെ അപ്പോയിൻമെൻറ്റിൻ്റെ ഡേറ്റുകളുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ വർക്ക് പെർമിറ്റ് ശ്രമിക്കുക. വർക്ക് പെർമിറ്റ് കയ്യിലുണ്ടെങ്കിൽ ഇതിൻ്റെ ഡേറ്റിനായിട്ട് നിങ്ങളുടെ വർക്ക് പെർമിറ്റ് നൽകുന്ന സ്ഥാപനമോ അല്ലെങ്കിൽ നിങ്ങളുടെ കൺസൾട്ടൻറ്റോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഇതിൻ്റെ ഓൺലൈൻ എങ്ങനെ ഡേറ്റ് എടുക്കാം, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആവശ്യമുണ്ട്, എങ്ങനെയൊക്കെയാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി മാത്രം മുന്നോട്ട് പോവുക. ഇനി ട്രേഡ് വർക്കേഴ്സ്, അതായത് സ്കിൽഡ് കാറ്റഗറിയിലുള്ള ഇലക്ട്രീഷ്യൻസ്, വെൽഡേഴ്സ്, പ്ലംബേഴ്സ്, ഈവൻ ഡ്രൈവേഴ്സ്, നിങ്ങൾക്കൊക്കെ നേരിട്ട് തന്നെ അതേ മേഖലയിൽ ഈ പറയുന്ന ജോലി കണ്ടെത്താൻ സാധ്യതയുണ്ട്. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് നിലവിൽ ഇൻ്റർവ്യൂ, അതേപോലെ സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, CV സെലക്ഷൻ ആണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ്, റെഫറൻസ് ഒക്കെ കൃത്യമായി ഇവാലുവേറ്റ് ചെയ്ത ശേഷം മാത്രമേ നിങ്ങൾക്ക് ഒരു ജോലി ലഭിക്കുള്ളൂ. 10,000-കണക്കിന് ആൾക്കാരെ ഒന്നും ഇന്ത്യയിൽ നിന്ന് അവർ പെട്ടെന്ന് എടുക്കുന്നില്ല. നിങ്ങൾ കാത്തിരുന്ന് വേണം ചില രാജ്യങ്ങളിൽ നിന്ന് ജോലികൾ കണ്ടെത്താൻ വേണ്ടി. അപ്പോൾ അതിനുള്ള ശ്രമം നിങ്ങൾ പതിയെ ആരംഭിക്കുക. ഓരോ CVകൾ സബ്മിറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യുമ്പോഴും കൃത്യമായി അത് നിങ്ങൾക്ക് ആപ്റ്റായെങ്കിൽ മാത്രമേ അതിൽ നൽകാവുള്ളൂ. എന്തെങ്കിലും ജോലി എന്ന് പറഞ്ഞത് ഒരിക്കലും നൽകരുത്. വെൽഡേഴ്സിന് ചിലപ്പോൾ നിങ്ങളൊരു കൺസ്ട്രക്ഷൻ കമ്പനിയിലാണെങ്കിൽ ബിൽഡിംഗ് മാത്രമല്ല ജനറൽ വർക്കും ചെയ്യേണ്ടി വരും. അതുകൂടെ മനസ്സിലാക്കുക. ഈ പറയുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വെൽഡേഴ്സിന് അവിടെ എത്തിയ ശേഷം നിങ്ങൾക്ക് പല മേഖലയിലും കണ്ടെത്താൻ സാധിക്കും. നിലവിൽ ഏതെങ്കിലും തരത്തിൽ അവിടെ എത്തിച്ചേരുക എന്നുള്ള നയം സ്വീകരിക്കുന്നത് കുറച്ചധികം നല്ലതായിരിക്കും ഈ ട്രേഡ് സ്കിൽഡ് ഈ പറയുന്ന ലൈസൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക്. അതോടൊപ്പം തന്നെ ഒരു കൺസൾട്ടൻസി നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിരവധി ആയ സംശയങ്ങളുണ്ടാവും. ഏതാണ് ഏറ്റവും ബെസ്റ്റ് കൺസൾട്ടൻസി? നിങ്ങൾക്ക് കൺസൾട്ടൻസി ഇല്ലാതെ തന്നെയും ഈ പറയുന്ന പ്രോസസ്സ് ചെയ്യാം. നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഇന്ന് യൂറോപ്പിലുണ്ട്. അവർ വഴിയും നിങ്ങൾക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് റെഫറൻസ് ആയി ഒരു വർക്ക് പെർമിറ്റ് നേടി യൂറോപ്പിൻ്റെ ആപ്ലിക്കേഷൻസ് ഫോർവേഡ് ചെയ്യാം. അത് നിങ്ങൾക്ക് 0 കോസ്റ്റിൽ ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ചെറിയൊരു എക്സ്പെൻസേ ഉണ്ടാവുള്ളൂ. കാരണം നിങ്ങൾക്കൊരു ഇൻ ബിറ്റ്വീൻ ഒരു കൺസൾട്ടൻസിൻ്റെ സർവീസ് ആവശ്യമില്ല. നിങ്ങളെ കൊണ്ടുപോകുന്ന ഒരു സുഹൃത്തോ ബന്ധുവാണ്, അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്, കൊണ്ടുപോകുന്നല്ല സപ്പോർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു കൺസൾട്ടൻസി ചൂസ് ചെയ്യുമ്പോൾ ഇന്ത്യയിൽ നിന്നാണെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു ലൈസൻസ്ഡ് ആയിട്ടുള്ളതും ഈ രംഗത്ത് നിരവധി എക്സ്പീരിയൻസ് ഉള്ള അതുമായ കൺസൾട്ടൻസികൾ ചൂസ് ചെയ്യുക. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഏജൻസികൾ അല്ലെങ്കിൽ സെൽഫായി ചെയ്യുന്ന ആളുകളെ പരമാവധി നിങ്ങൾ ഒഴിവാക്കുക. കാരണം ഇവർക്ക് ഈ കമ്പനികളുമായി കോൺട്രാക്റ്റുകൾ ലഭിക്കുന്നത് വളരെ പ്രയാസകരമാണ്. നല്ല കമ്പനികളൊക്കെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അപ്രൂവൽ ഉള്ളതും അതേപോലെ തന്നെ ഒരു ബ്രാൻഡഡ് ആയ സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് ബൾക്ക് റിക്രൂട്ട്മെൻറ്റിൻ്റെ കോൺട്രാക്റ്റുകൾ നൽകുക. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ധാരാളം ലൈസൻസ്ഡ് ആയിട്ടുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. നിങ്ങളിതൊക്കെ ഒന്ന് തിരക്കിയാൽ മാത്രം മതി. അതൊക്കെ മനസ്സിലാക്കിയ ശേഷം ഏജൻസിയെ സമീപിക്കുക. അതോടൊപ്പം തന്നെ
ഏജൻസിയുടെ റോൾ എന്ന് പറയുന്നത് നിങ്ങളുടെ വിസ ഫെസിലിറ്റേഷൻ അല്ല. ആക്ച്വലി അത് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ട് പലരും. ഒരു ഏജൻസിയുടെയും വിസ ചെയ്യേണ്ടത് ഏജൻസി അല്ല, അവരൂര് തന്നെയാണ്. യൂറോപ്പിലെ പ്രത്യേകിച്ച് ഷെങ്കൻ രാജ്യങ്ങളിലേക്കുള്ള വിസ സെൽഫായി തന്നെ പ്രോസസ്സ് ചെയ്യണം. അതിൻ്റെ അപ്പോയിൻമെൻറ്റ് എടുക്കുന്നതായിക്കോട്ടെ, അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ആയിക്കോട്ടെ, അതിൻ്റെ മറ്റുള്ള പിന്നെ ഡേറ്റ് കിട്ടി കോൺസുലേറ്റിൽ എത്തുന്ന കാര്യങ്ങളൊക്കെ അവരൂര് തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് മനസ്സിലാക്കേണ്ട പ്രധാന കാര്യങ്ങളിൽ ഒന്നാണ്. കാരണം പലരും തെറ്റിദ്ധരിക്കുന്നത് ഏജൻസിയാണ് വിസ ചെയ്തു തരേണ്ടത്. അല്ല, നിങ്ങൾ തന്നെയാണ്. ഏജൻസി സപ്പോർട്ട് ചെയ്യും, നിങ്ങൾ ഡോക്യുമെൻറ്റേഷനും മറ്റുള്ള കാര്യങ്ങൾക്കും ഡേറ്റ് അവൈലബിലിറ്റിക്കും ഒക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ കൺസൾട്ടൻസി അല്ലെങ്കിൽ ഏജൻസിയുടെ ഉത്തരവാദിത്വം അവിടെ കൊണ്ട് നിൽക്കുകയും നിങ്ങളാണ് നിങ്ങളുടെ വിസയ്ക്ക് ഡേറ്റ് എടുത്ത് കോൺസുലേറ്റിൽ കൃത്യമായി എത്തി നിങ്ങൾ എല്ലാ ഡോക്യുമെൻറ്റും കൃത്യമായി നൽകി അതിനെ സക്സസ് ആക്കിയെടുക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം എപ്പോഴും അതാത് കാൻഡിഡേറ്റ് തന്നെയാണെന്ന് നമുക്ക് പറയാം. നിലവിൽ ഏതെങ്കിലും ജോലി ചെയ്തുകൊണ്ട് തന്നെ വേണം നിങ്ങൾ ഈ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി. നിലവിൽ ഗൾഫിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ജോലി ചെയ്യുന്നതിന് അത് അവസാനിപ്പിച്ച് ഇതിനുവേണ്ടി മാത്രം ഇറങ്ങി തിരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇതിന് നല്ല രീതിയിൽ സമയം എടുക്കുന്നുണ്ട്. ചിലത് 8 മാസം, ചിലത് 12, അതിന് മുകളിൽ സമയം എടുക്കുന്നത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ആ സമയം നിങ്ങൾ ഈ ജോലി ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് സക്സസ് ആയാൽ നിങ്ങൾക്കത് ഹാപ്പി ആയിട്ട് മൂവ് ചെയ്യാം. അല്ലെങ്കിൽ ഇത് നെഗറ്റീവ് വശമുണ്ട്. നിങ്ങളുടെ വിസ റിജക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ ഡിലേ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏതെങ്കിലും ജോലി ചെയ്തുകൊണ്ട് തന്നെ യൂറോപ്പിലേക്ക് ഈ തരത്തിലുള്ള സ്കിൽ അൺസ്കിൽഡ് മേഖലയിൽ ജോലിക്കായിട്ട് ശ്രമിക്കുക. അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായ കാര്യം. യൂറോപ്പിലേക്ക് വർക്ക് പെർമിറ്റിനായി അപേക്ഷ നൽകുന്ന ആളുകൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഷെങ്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള വിസ ആപ്ലിക്കേഷൻ നടപടികൾക്കായി മിനിമം 6 മുതൽ 12 മാസം വരെ അല്ലെങ്കിൽ അതിനു മുകളിലോ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനുശേഷം വിസ റിജക്ഷൻ വന്നാൽ നിങ്ങളുടെ സമയം, സാമ്പത്തിക നഷ്ടം ഒക്കെ ഉണ്ടാവുമെന്ന് പൂർണ്ണമായും മനസ്സിലാക്കിയ ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള വർക്ക് പെർമിറ്റ് പ്രോസസ്സിനായി ഇറങ്ങിത്തിരിക്കാവൂ. ഷെങ്കൻ രാജ്യമല്ലാത്ത മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഇന്ത്യയിൽ നിന്നും സ്കിൽഡ്, അൺസ്കിൽഡ്, ജനറൽ വർക്കർ ആളുകൾ കുടിയേറുന്നുണ്ട്. ഇതിന് നല്ലൊരു ഉദാഹരണം അൽബേനിയ എന്ന രാജ്യമാണ്. അൽബേനിയയിലേക്ക് ധാരാളം ഇന്ത്യൻ സ്കിൽഡ് ലേബർ കാറ്റഗറിയിൽ ഉള്ളവർ നിലവിൽ കുടിയേറുന്നു. യൂറോപ്പിൽ ഏറ്റവും അധികം നിലവിൽ വിസ സാധ്യതയുള്ള രാജ്യങ്ങളിൽ ഒന്ന് അൽബേനിയയാണ്. ചെറിയ രാജ്യമായതിനാൽ അവിടെ കമ്പനികൾക്ക് കൃത്യമായി ഡോക്യുമെന്റ്സ് നൽകി കോൺസുലേറ്റുമായി ബന്ധപ്പെടുത്തി വിസയിലേക്കുള്ള സാധ്യത വളരെയധികം പോസിറ്റീവാക്കാൻ സാധിക്കുന്നു. അതിനാൽ അൽബേനിയയുടെ വിസ സക്സസ് റേഷ്യോ പൊതുവെ കൂടുതലാണ്. ഇതിൽ VFS സംവിധാനമല്ല, ഓൺലൈൻ സിസ്റ്റം ആയതിനാൽ തന്നെ വിസയുടെ പ്രോസസ്സിംഗ് ഡേറ്റും വളരെ കുറവാണ്. 30 മുതൽ 60 ദിവസത്തിനുള്ളിൽ വിസ റിസൾട്ട് ലഭിക്കുന്നു എന്നതാണ് അൽബേനിയ പോലുള്ള നോൺ ഷെങ്കൻ രാജ്യങ്ങളുടെ പ്രത്യേകത. ഇവിടെയും ജനറൽ വർക്കറിന് 600 മുതൽ 800 യൂറോ വരെയും സ്കിൽഡ് ആളുകൾക്ക് 700 മുതൽ 900 യൂറോ വരെയുമാണ് നിലവിൽ ശമ്പളം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നോൺ ഷെങ്കൻ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് വിസ സക്സസ് റേഷ്യോ കൂടുതലുള്ള രാജ്യങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് അൽബേനിയ നല്ലൊരു ഉദാഹരണമാണ്. യൂറോപ്പിലേക്ക് ജനറൽ വർക്കറായോ മറ്റേതെങ്കിലും ജോലിക്കായോ ജസ്റ്റ് പാസ് ഔട്ടായിട്ടുള്ള വിദ്യാർത്ഥികളും ശ്രമിക്കുന്നുണ്ട്. ഏതെങ്കിലും ഡിപ്ലോമ, +2 കഴിഞ്ഞ ഉടനെ തന്നെ യൂറോപ്പിലെ ഏതെങ്കിലും രാജ്യത്ത് നിന്ന് ഒരു ജനറൽ വർക്കർ ജോലി ലഭിച്ച് പെട്ടെന്ന് കുടിയേറാം എന്നുള്ള ആഗ്രഹം വെച്ചു പുലർത്തുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഭാവിയെ സാരമായി ബാധിക്കുന്ന കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ അക്കൗണ്ട്സ്, മറ്റുള്ള ഡിപ്ലോമ കഴിഞ്ഞിട്ടുള്ളവരും ലോജിസ്റ്റിക് അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ കഴിഞ്ഞിട്ടുള്ളവരും വെയർഹൗസ് ജോലിക്കായി അപേക്ഷ നൽകാറുണ്ട്. നിങ്ങളുടെ സാധ്യത വളരെ കുറവാണെന്നും മനസ്സിലാക്കുക. എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾ ആദ്യം ചെയ്യേണ്ടത് മിനിമം ഇന്ത്യയിലോ മിഡിൽ ഈസ്റ്റിലോ ഉള്ള ഇത്തരത്തിലുള്ള കമ്പനികളിൽ ജോലി ചെയ്യുക. കുറഞ്ഞത് 3-4 വർഷത്തെ എക്സ്പീരിയൻസിന് ശേഷം മാത്രമേ ഷെങ്കൻ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള അപേക്ഷ നിങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ നൽകാവൂ. ഇല്ലെങ്കിൽ ഉണ്ടാകുന്നതായ വിസ റിജക്ഷൻ അല്ലെങ്കിൽ റിഫ്യൂസൽ നിങ്ങളുടെ സാമ്പത്തിക, സാമൂഹിക, മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്നോർക്കുക. യൂറോപ്പിലേക്കുള്ള സ്കിൽഡ്, അൺസ്കിൽഡ്, ജനറൽ കാറ്റഗറി വർക്ക് പെർമിറ്റിനെപ്പറ്റിയും ഇതിൻ്റെ സാധ്യതകളെപ്പറ്റിയും അവസരങ്ങളെപ്പറ്റിയും നിങ്ങൾക്ക് നേരിട്ട് മനസ്സിലാകുന്നതിന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ലൈസൻസ്ഡ് ഓഫീസായ ആംസ്റ്റർ ഇമിഗ്രേഷൻ HR പ്ലേസ്മെന്റ് തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്നു. അതോടൊപ്പം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ HR റിക്രൂട്ട്മെന്റ് കമ്പനിയായ ആംസ്റ്റർ അബുദാബിയിലും പ്രവർത്തിക്കുന്നുണ്ട്. നേരിട്ടോ ഓൺലൈനായോ ഈ ഓഫീസുകളിൽ നിന്ന്
പേഴ്സണൽ കൗൺസിലിംഗ് ലഭ്യമാകുന്നതാണ്.